ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് രണ്ട് യാത്രകളെ കുറിച്ച് പറയുന്ന ഒന്നാണ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, ആ യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴാം ആകാശത്തേക്ക് ചെന്ന് അവിടെ അള്ളാഹുവിനെയും കണ്ട് തിരിച്ച് വന്ന യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ രണ്ട് യാത്രയും നടന്നത് ഒരൊറ്റ രാത്രിയിലാണ് എന്നതാണ്. ഒരൊറ്റ രാത്രി എന്നത് ശരിയായ പ്രയോഗമല്ല. ഏതാനും മണിക്കൂറുകളെ കൊണ്ടാണ് നടന്നത്. ഇസ്രാ ഒരു ദിവസം നടന്നു, മിഅ്റാജ് ഒരു ദിവസം നടന്നു എന്നുള്ളതല്ല. രണ്ടും ഒരു രാത്രിയിലാണ് ഈ രണ്ട് യാത്രയും നടന്നത് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്രാ എന്താ, മിഅ്റാജ് എന്താന്ന് മനസ്സിലാക്കണം. രണ്ടും രണ്ട് യാത്രയാണ്. പക്ഷെ രണ്ട് യാത്രയും നടന്നത് എങ്ങനെയാണ്? ഒരൊറ്റ രാത്രിയിലാണ്. ഇനി അടുത്തൊരു വിഷയം, നമ്മൾ യാത്രയിലേക്ക് വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അടുത്തൊരു വിഷയം ഇവിടെ വരുന്നത്, ഇസ്രാ മിഅ്റാജ് യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് നടത്തിയതാണോ മനസ്സുകൊണ്ട് നടത്തിയതാണോ എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ യാത്ര പോകുന്നത് ഒരു സ്വപ്നം, മക്കയിലുള്ള ഹബീബ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ഒരു സ്വപ്നമാണോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് ഈ പറയുന്ന വഴി മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ നിന്ന് മഹാത്മാക്കൾ പ്രബലമാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ശരീരം കൊണ്ട് ചെയ്ത യാത്രയാണ് അത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ശരീരം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തു എന്ന് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതൊരു മുഅ്ജിസത്താകുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമ്പിയാക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് കൊണ്ട് അസാധാരണമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത്, മുഅ്ജിസത്ത്. ഈ അസാധാരണമായ പ്രവർത്തനങ്ങൾ ആരിൽ നിന്ന് സംഭവിച്ചാൽ, ഔലിയാക്കളിൽ നിന്ന് സംഭവിച്ചാൽ അതിന് കറാമത്ത് എന്ന് പറയും. ഇനിയുണ്ട്, വേറെയുണ്ട്. ഈ ബാക്കി മന്ത്രവാദികളിൽ നിന്നൊക്കെ സംഭവിക്കുന്നത്. ഔലിയാക്കളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും സംഭവിക്കുമ്പോഴാണ് അതിന് ഇസ്ലാമിക പ്രാമാണികമുള്ളൂ. അല്ലാത്തവർക്ക് അത് ചെയ്യാൻ പറ്റും, ശൈത്താന്റെ കഴിവ് സഹായം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ശരീരം കൊണ്ടല്ലാതെ മനസ്സുകൊണ്ടാണ് യാത്ര പോയിരുന്നതെങ്കിൽ അതിലെന്താണ് പ്രത്യേകത ഉള്ളത്? ഇപ്പോൾ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു, കാലങ്ങളായി ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ അയാൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു ഭാര്യനോട്, മോളെ ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ കടയിൽ പോയി അവിടെ കച്ചവടമൊക്കെ നടത്തി കടയൊക്കെ പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്താ പറയുക? ശരിയായിരിക്കും. കാരണം ഈ മനുഷ്യൻ ഇത്രയും കാലം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ സ്വപ്നത്തിൽ ഇയാൾ എന്ത് ചെയ്തു, അങ്ങനെ പോയി അവിടെ ഗൾഫിലുള്ള കട അത് കണ്ടു, അവിടുത്തെ കച്ചവടം നടത്തി ഒക്കെ പോകുന്നു. അത്ഭുതമുണ്ടോ? അത്ഭുതമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലോട്ട് പോയി, ഏഴാം ആകാശത്തിലോട്ട് പോയി, അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അബൂജഹലിനോടാണ് ആദ്യം ഇത് പറയുന്നത്? ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവരിതിനെ എതിർത്തത് എന്നതാണ് ചോദ്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വപ്നം കണ്ടതാണെങ്കിൽ ഇതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്വപ്നം എന്തും കാണാലോ. നമ്മളൊക്കെ എന്തോരം സ്വപ്നം കാണുന്ന ആളുകളാ. സ്വപ്നം എങ്ങനെയും കാണാം. പിന്നെ എതിർക്കാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസും അതുപോലെ തന്നെ ഏഴാം ആകാശവും കണ്ടുവന്നു എന്നല്ല, ഞാൻ പോയി കണ്ടുവന്നു എന്നുള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയത് സ്വപ്നം കൊണ്ടാണെങ്കിൽ അതിലെന്താണ് മുഅ്ജിസത്തായിട്ടുള്ളത്? സാധാരണക്കെതിരായിട്ട് എന്താ ഉള്ളത്? അതിൽ നമ്മളൊക്കെ പോവാറുണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കളിയാക്കലുകൂടിയാണ്. എങ്ങനെ? ഇസ്രാ മിഅ്റാജ് യാത്രനെ കുറിച്ച് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ എന്നാണ് പറഞ്ഞത്.
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊരു സംഭവമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയണം എന്നുണ്ടെങ്കിൽ അത് സാധാരണക്ക് എതിരായി നടക്കുന്ന ഒന്നാവണം. ഒരു സ്വപ്നം കണ്ടു എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് സാധാരണക്കെതിരായ ഒന്നല്ലല്ലോ, അത് സാധാരണയായ ഒന്നാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ ഒരു വിഷയം ബാക്കി നമുക്ക് ചരിത്രം പറയാം. ഇത് നമ്മൾ പല ആളുകളും ഇതാ പറയാം. അപ്പം ഈ പ്രധാനമായിട്ട് മുജാഹിദ് പോലത്തെ ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നമാണ് കണ്ടത്, സംഭവം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സ്വപ്നമാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അത്ഭുതം എവിടെ? സ്വപ്നം കാണുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ കളിയാക്കലല്ലേ? അത് ഇത്ര സംഭവമാക്കി പറയാനുണ്ടോ? ഇത്ര സംഭവമാക്കിയിട്ടത് പറയാനല്ലോ. സംഭവമാക്കിയിട്ടത് പറയാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരം കൊണ്ട് ഇത് പോയി എന്നുള്ളതാണ്. ഇനി പോയത് യാഥാർത്ഥ്യമാണോ പോയത് യാഥാർത്ഥ്യമല്ലേ എന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ഒരവസരങ്ങളിൽ പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഇസ്രാ മിഅ്റാജ്? അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ സ്വപ്നത്തിലൂടെ സഞ്ചരിച്ചതാണോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ടുപോയതാണോ എന്നുള്ളതാണ്.